ഹലോ, നമസ്കാരം. ഇന്നലെ വരാതിരുന്നതിൻ്റെ റീസൺ അങ്ങ് പറഞ്ഞേക്കാം. ആ റീസണാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ആധാരം. ഇന്നലെ വരാതിരുന്നതിൻ്റെ കാരണം ഞാൻ നല്ലപോലെ വസ്ത്രധാരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മടി പിടിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്കൊരു പ്രയാസമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. ആളുകളുടെ മുമ്പിൽ വരുമ്പോൾ, അതായത് നമ്മൾ പുറത്തേക്ക്, ഇപ്പോൾ ഇതൊരു പബ്ലിക് സ്പേസാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പേസാണ്. അപ്പോൾ അതിന് മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലായിരിക്കണം. അതായത് വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടായിരിക്കണം ഞാൻ വരേണ്ടതെന്ന് എനിക്ക് എപ്പോഴും നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ മടിയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഞാൻ ആ ഡ്രസ്സ് ചെയ്യാൻ ഒരു ഇത്തിരി താമസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ ഇടാതെ പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, വസ്ത്രധാരണം എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആളുകൾ നമ്മളുടെ വസ്ത്രം കൊണ്ട് നമ്മളോട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടോയെന്ന്. തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയായിരിക്കും അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ശരിയാണ്. നമ്മളൊരു ഷാബി ആയിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകരണമായിരിക്കില്ല നമ്മൾ നന്നായി വസ്ത്രമൊക്കെ ധരിച്ച് നല്ലപോലെ പുഞ്ചിരിയോടുകൂടി വൃത്തിയായിട്ട് ശരീരത്തിന് നല്ല സുഗന്ധത്തോടു കൂടി നമ്മൾ ചെല്ലുമ്പോൾ അല്ലേ. അപ്പം ഇതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാവേ. അതായത്, ഓഫ് കോഴ്സ് ആരെങ്കിലും ഒരാൾ നന്നായി വസ്ത്രധാരണം ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നന്നായിട്ട് വസ്ത്രധാരണം ചെയ്യാത്ത ഒരാളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യതകൾ മങ്ങുന്നു കേട്ടോ. പക്ഷേ രണ്ട് കാര്യം ആലോചിക്കണം. നിങ്ങളിപ്പോൾ ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ആ ജോബിൻ്റെ ശരിക്കായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടോ മാർക്കറ്റിംഗ് ആയിട്ടോ ചെല്ലുന്ന സമയത്ത് എന്താ പറയുക, 2 പേര് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. 2 പേരിൽ ഒരാളെ എടുക്കുകയുള്ളൂ. ഒരാൾ ഒരു സാധാരണ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഒരാൾ വളരെ ഷൂസൊക്കെ പോളിഷ് ചെയ്ത് നല്ല സ്പിക്ക് ആൻഡ് സ്പാൻ ആയിട്ടിരിക്കുന്നു. പക്ഷേ മറ്റേ ആൾക്കാണ് കൂടുതൽ ബുദ്ധിവൈഭവവും കാര്യങ്ങളും ഒക്കെ ഉള്ളതെങ്കിലും പെട്ടെന്നുള്ള ഒരു എന്താ പറയുക ഡിസിഷൻ എടുക്കേണ്ടി വന്നാൽ, അതായത് 5 മിനിറ്റേ ഉള്ളൂ ഇനി ഇൻ്റർവ്യൂവറുടെ കയ്യിൽ, ആ 5 മിനിറ്റിൽ ഈ 2 പേരിൽ ഒരാളെ ചൂസ് ചെയ്തോളണം. ഇൻ്റർവ്യൂവിന് വിളിക്കാൻ തന്നെ 5 മിനിറ്റ്, ഈ 2 പേരിൽ ഒരാളെ വിളിക്കാൻ പാടുള്ളൂ എന്ന് കണ്ടാൽ അവിടെ നിന്ന് CCTV നിന്ന് നോക്കിയിട്ട് ആ നല്ല വസ്ത്രധാരണം ചെയ്ത ആളെ അങ്ങോട്ട് വിളിക്കുമെന്നേ പറയുള്ളൂ. ഈ രണ്ടാമന്, അതായത് അവിടെ ഇരിക്കുന്ന ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ആൾക്കായിരിക്കും കൂടുതൽ ഡിഗ്രിയൊക്കെ ഉള്ളത്. അദ്ദേഹത്തെ വിളിച്ചാൽ മാത്രം, അദ്ദേഹം വായ തുറന്നാൽ മാത്രമാണ് അറിയാൻ പോകുന്നത് എന്താണ് ആ ഡിഗ്രിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ മുഷിഞ്ഞ വസ്ത്രം അല്ല, കുറച്ച് ഷാബി ആയിട്ടുള്ള വസ്ത്രം ആണെങ്കിൽ പോലും അയാൾക്ക് പറയാനുള്ളത് മറ്റു നല്ല ഡ്രസ്സ് ധരിച്ച ആളെക്കാളും കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഒരു പക്ഷേ അവർ കേൾക്കാൻ പോലും അവർക്ക് വിളിക്കാനുള്ള സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 9-9:30 വരെ ഇരുന്നിട്ടുണ്ടാക്കാം ഈ ക്യാമ്പസിങ് റിക്രൂട്ട്മെൻറ്റിനൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പുറത്താകപ്പെട്ട ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു കാരണമായിട്ട് എടുക്കണം അല്ലേ. ഇതിന് ഭയങ്കര കഞ്ഞി കൂടിപ്പോയി, അത് കാരണം ഇത് എടുത്ത് ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര പ്രയാസമുണ്ടോ. റോ സിൽക്കാണേ. അപ്പോൾ റോ സിൽക്ക് എന്ന് പറയുമ്പോൾ റോ ആയിട്ട് തന്നെ ഇരിക്കുന്നു. കുറേ പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ ഇത് ഒതുങ്ങും. ഇത് മേടിച്ചിട്ട് 12 വർഷമായിട്ടോ, 12 വർഷമായി. ഫാബിൻ്റെയാണ് അല്ലേ, ഫാബിൻ്റെന്ന് മേടിച്ചാണ്. ഞാനിത് ഡ്രൈ ക്ലീനിങ് ആണ് അധികം ചെയ്യുക. അതിൻ്റെ ടാഗ് പോലും ഞാൻ മുറിച്ചിട്ടില്ല. ഫാബിൻ്റെന്ന് തന്നെ മേടിച്ചതാണെങ്കിൽ എപ്പോഴും ഫാബിൻ്റെയുടെ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. അതാണ് ഞാൻ നോക്കണം. അതെ ഇതാ കണ്ട, ഫാബിൻ്റെ അന്നേ ആയിട്ടുണ്ടാവും കേട്ടോ നല്ല. അപ്പോൾ ഇതാണ് ഞാൻ വസ്ത്രത്തിൻ്റെ കാര്യം പറയാൻ കാരണം. എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ചില സമയത്ത് എന്തിനാണ് ഇത്രയും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്ന് ഉള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളതാണ്, അതെ, വസ്ത്രധാരണത്തിലാണ് പല സമയങ്ങളിലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത ലെവലിലേക്ക് ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ. ഒരു ഡയസിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലോ നമ്മൾ ഒരു വൃത്തിയായിട്ട് നല്ല ഡിഗ്നിഫൈഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നിന്ന് നോക്കൂ, നമ്മളെ ആൾക്കാർ പരിഗണിക്കും. അതല്ല അവളെ നമ്മൾ അയ്യോ ഒരുമാതിരി നടന്നു കഴിഞ്ഞാൽ നോബഡി വിൽ ഈവൻ, അതാണ് ലോകം, അതിലെന്താ കാര്യമുള്ളത്, ഇപ്പോൾ ഇല്ലാത്തവർക്കും ജീവിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഇതാണ് ലോകം. അപ്പോൾ അവിടെ അക്സെപ്റ്റൻസ് കിട്ടാനായിട്ട് നാടോടുമ്പോൾ നടുവ് ഓടിയേ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഇനി ഇതിനകത്ത് വേറൊരു മറുവശം കൂടെ ഞാൻ പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ,
അത് പറയുന്നതിന് മുമ്പ് എന്നെ ആദ്യം മുതൽ കേൾക്കാത്ത ആൾക്കാർക്ക് ഒരു കഥ പറഞ്ഞേക്കട്ടെ. ഞാൻ പണ്ട് 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 എനിക്ക് 20 പണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു 23-24 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ വക്കീലിൻ്റെ വേഷം അണിയുന്നത്. ആ വക്കീലിൻ്റെ വേഷം അണിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എൻ്റെ പ്രൊഫഷനിൽ ഡിമാൻഡ് ചെയ്യുന്ന ആ വസ്ത്രധാരണം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കൃത്യമായിട്ട് അഡ്വക്കേറ്റ്സ് ആക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. കോളറായിട്ടുള്ള ബ്ലൗസും, ബ്ലാക്ക് ബ്ലൗസ് ആണെങ്കിലും കോളർ വേണം, ഇങ്ങനെ കൂടിയിരിക്കണം, ശരീരഭാഗങ്ങൾ കാണിക്കുക, അത് അതിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. കോളേർഡ് ബ്ലൗസ്, ഹൈനെക്ക് ബ്ലൗസ് ഒക്കെ ആയിരിക്കണം. അതും പിന്നെ നല്ല വൈറ്റ് സാരിയുമാണ് ഇടേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അതിൻ്റേതായ രീതിയിൽ ഞാൻ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മദ്രാസിൽ സാധാരണ രീതിയിൽ അവിടുത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ല വെളുത്ത ഡ്രസ്സ് ഇട്ടിട്ട് കോടതിയിൽ പോകുന്നത് ഇഷ്ടമല്ല. അവർക്കത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കത് ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. അവരുടേതായ ഒരു എന്താ പറയണേ, അവരുടേതായ ഒരു എന്താ അതിന് പറയുക, കൾച്ചറിന് പറ്റിയതല്ല എന്ന്. കാരണം വൈറ്റ് ഇടുന്നത് അവരുടെ ഹസ്ബൻഡ് ഇല്ലാതെ ആകുമ്പോഴാണ് വൈറ്റ് ഇടുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരത് ഇടാറില്ല. അവരധികവും കളേർഡ് സാരീസൊക്കെ ഇട്ടിട്ട് വരും. കുറച്ച് ഡള്ളായിട്ടുള്ള സാരി, ഇപ്പോൾ ഇതുപോലത്തെ സാരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് വരും കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം, പിന്നെ അതേപോലെ തന്നെ നമ്മൾ വസ്ത്രം മാത്രം നല്ലപോലെ ധരിച്ചാൽ പോരെ, നമ്മളുടെ രീതികൾ, നമ്മളുടെ കൈ എടുക്കുന്നത്, നമ്മുടെ കണ്ണ്, ദൃഷ്ടി, ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് നമ്മൾ വൃത്തിയായിട്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ, ഒരു ലേഡി, ഇപ്പം ഞാൻ കാണിച്ചില്ലേ, സോറി കേട്ടോ, ഞാൻ പറയാൻ പോണ കാര്യം അത് തന്നെയായിരുന്നു. അതിനാണ് എൻ്റെ കൈ അങ്ങോട്ട് പോയത്, ഞാനത് ചിന്തിക്കുകയായിരുന്നു. ഒരു സീനിയർ ഒരു ലോയർ ഇതുപോലെ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു മൂക്ക്. ഓക്കെ, പിന്നെയും പറയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് പിന്നെയും അവർ മൂക്കിൻ്റെ അവിടെയായിരുന്നു അവരുടെ കൈ ഉള്ളിലിങ്ങനെ ഇടുകയോ എന്തോ ചെയ്തു. അത് ആ ജഡ്ജിന് ഭയങ്കര ഒഫെൻസീവായിട്ട് തോന്നി. ജഡ്ജ് പറഞ്ഞു, നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ നോസ്ട്രിൽസ് വൃത്തിയാക്കിയിട്ട് വരൂ. എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ആറൻറ്റ് യു എൻ ഓഫീസർ ഓഫ് ദ കോർട്ട്? ഡോണ്ട് യു നോ ഹൗ യു ഷുഡ് ബിഹേവ് എന്ന് ചോദിച്ച് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ജഡ്ജ്, ഞാനപ്പോൾ ചെറിയ ലോയറാട്ടോ, അപ്പം ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ലുക്ക് അറ്റ് ദാറ്റ് ജൂനിയർ who is sitting there for 3 days. She is sitting here and watching the proceedings. So why don't you just respect that the way she is? I mean, I feel like telling you that you have to give her respect because of her way of dressing എന്ന് പറഞ്ഞു എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട്. അത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. 30 വർഷമായി ഞാനത് കേട്ടിട്ട്. അപ്പം നമ്മളെ ഒരാൾ നമ്മുടെ ഡ്രസ്സിങ് കാരണം നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറയുമ്പം അത് ഡയസിലിരിക്കുന്ന ജഡ്ജ് ആലോചിച്ച് നോക്കൂ. അതിൽ നിന്നും ഞാൻ ഇതുവരെ വ്യതിചലിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സെക്കൻഡ് തിങ്, നമ്മൾ ഡ്രസ്സ് ചെയ്ത് മാത്രം പോയി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വായ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കാതെയും മര്യാദ കൊടുക്കാതെയും അവിടെ നിന്ന് പറയുന്ന ആൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കാതെയും ചാടിക്കേറി നമ്മൾ പറയാനും പാടില്ല. എൻ്റെ സീനിയർ എപ്പോഴും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, യു ജസ്റ്റ് വെയിറ്റ് ഫോർ സം ടൈം ടിൽ ദേ കംപ്ലീറ്റ് ദറ്റ് പെർട്ടിക്കുലർ ആർഗ്യുമെൻറ്റ് ഓർ വാട്ട് ദേ ഹാവ് ടു ഡു. ആ സൈഡിലുള്ള ആൾ വാട്ട് ദേ ഹാവ് ടു ടെൽ യു അത് കേൾക്കണം, എന്നിട്ട് വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ എന്താവുമെന്ന് അറിയോ, അയാൾ പകുതിയെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അവൾ പകുതിയെ കേട്ടിട്ടുണ്ടാവുള്ളൂ. വിൽ ബി പ്രിപ്പയറിങ്, അവർ പറഞ്ഞതിൻ്റെ പകരമായിട്ട് ഞാൻ പറയണം, അങ്ങനെയല്ലായിരിക്കണം. 2 തരത്തിലുണ്ട് ലിസണിങ് എന്ന് പറയുന്നത്. ഒന്ന്, അവർ പറഞ്ഞതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. 2, എൻ്റെ പോയിന്റ് ഞാൻ പറയുക. അപ്പോൾ ഞാൻ എൻ്റെ പോയിൻ്റാണ് ആദ്യം പറയേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നേക്കുന്നത്. അവരെന്തായാലും പറഞ്ഞോട്ടെ, നിങ്ങൾ അത് മൈൻഡ് ചെയ്യരുത്. വാട്ട് എവർ യു ഹാവ് ടു പ്രസൻറ്റ് അതായിരിക്കണം നിങ്ങളുടെ എംഫസിസ് എന്ന്. അങ്ങേര് പറഞ്ഞതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ചാടി കയറിയിട്ട് ഐ ഡിഫർ എന്നും പറഞ്ഞ് പോയി പറയരുതെന്ന് കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിലും ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളാണെന്ന് ഒരുപാട് സ്ഥലത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ ഇമെയിൽ വരുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട്, അതോ ആകെ
പെട്ടെന്ന് കയറി അതിന് ഉത്തരം പറഞ്ഞേക്കരുത്. നിങ്ങൾ എത്ര പേരുണ്ട് അതിൽ നോക്കൂ, 10-15 പേർക്ക് മാർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ 15 പേരിൽ ആരെങ്കിലും ഒരാൾ ഉത്തരം പറയുമെന്ന് വെയിറ്റ് ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പറയാൻ പാടുള്ളൂ. ബിക്കോസ് യുവർ ഒപ്പീനിയൻ ഈസ് ദ വൺ ദേ ആർ ഗോയിങ് ടു ടേക്ക്. ബിക്കോസ് ഞാനാണ് ലോയർ അല്ലേ, ബാക്കിയുള്ളതൊക്കെ ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ള സെയിൽസുകാരും മാർക്കറ്റിംഗുകാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ പ്രോജക്റ്റ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ തീർക്കാൻ നോക്കും. സോ വാട്ട് ഐ ഹാവ് ടു ഡു, ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം എൻ്റെ അഭിപ്രായം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതാണ് അവരെടുക്കുക, കമ്പനി എടുക്കുക. കാരണം റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ ജോബിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അത് ശ്രദ്ധിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കണം. കുറച്ച് നേരം ഇരുന്ന് കേട്ടതിന് ശേഷമായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത്, കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തിനാണ് ചേച്ചി അതെ പണ്ട് സിന്ധുവിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ ചേച്ചി എപ്പോഴും ഇങ്ങനെ സാരിയൊക്കെ കൊടുക്കുന്ന ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ യെസ്, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാരി കൊടുത്ത് മേക്കപ്പ് ഇട്ട് വരുന്നത്. അത് ഞാൻ അഴിച്ചു വെക്കും. എനിക്ക് എപ്പോഴും പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഞാൻ അതിന് വേണ്ടി തന്നെയാണ് ഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഐ ഡു വാല്യൂ ദ ടൈം. നിങ്ങൾ എനിക്ക് തരുന്ന സമയവും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന സമയവും എല്ലാം വന്നിട്ട് പ്രഷ്യസ് ആണ്. വെറുതെ അരകുറയായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വെച്ചിട്ട് വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനും പെട്ടെന്ന് പറയുന്നത്. പിന്നെ ഈ ഡ്രസ്സ് കൊണ്ട് മാത്രമാണോ കാര്യം എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഭയങ്കര അടിപൊളിയുമാണ്. നിങ്ങളങ്ങോട്ട് നേരെ ചെന്നിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും അഴുക്കാണെങ്കിലുണ്ടല്ലോ, വൃത്തികെട്ട വാക്കുകളും ഒരു സഭ്യമല്ലാത്ത പെരുമാറ്റവും ഒക്കെ ആണെങ്കിൽ ആ ഡ്രസ്സിങ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങ് ഒലിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഇത് ഭയങ്കര നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരു ശവസംസ്കാര ചടങ്ങിന് പോയി നിന്നാൽ റെഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ കളിയാക്കും. പക്ഷേ ഇവരിത് എവിടെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? അതുകൊണ്ട് സ്ഥലം അറിഞ്ഞു വേണം നിങ്ങൾ ഡ്രസ്സ് ചെയ്യാനായിട്ട്. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഏതാണ് അക്സെപ്റ്റബിൾ എന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഈ ഹിന്ദി ആൾക്കാരുടെയൊക്കെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നവരുടെയൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടേ ചെല്ലുള്ളൂ. പിന്നെ അതുപോലെ പുറത്ത് ഫ്യൂണറൽ ചടങ്ങുകൾക്ക് ചെല്ലുമ്പോൾ ബ്ലാക്ക് ഇട്ടിട്ടാണ് നിൽക്കുക ക്രിസ്ത്യൻസൊക്കെ അല്ലേ. അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു പ്രോട്ടോക്കോളാണ്. ദാറ്റ് ഈസ് വാട്ട്. അതിപ്പോൾ അതാണ് അവിടെ അക്സെപ്റ്റബിൾ എങ്കിൽ നമ്മൾ അത് ചെയ്യണം. അല്ലാതെ നമ്മളവിടെ ഒരു റെഡ് സാരി ഇട്ട് ചെന്ന് നിന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇന്നും അമ്മയില്ലേ, എൻ്റെ അമ്മ പണ്ട് എന്തോ കാര്യത്തിനായിട്ട് അമ്മ ഒരു സാരി എടുത്ത് ഉടുത്തിട്ട് ഏതൊരു മരണ വീട്ടിലേക്ക് പോകാനാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അമ്മ ആ സാരി അഴിച്ച് മാറ്റിയത് എനിക്ക് ഓർമ്മയുണ്ടിട്ടാ. ഇതിട്ടിട്ട് അവിടെ പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ദുഃഖത്തിൻ്റെ സ്ഥലമല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അഴിച്ച് മാറ്റുന്നതിൻ്റെ, ഞാൻ കുഞ്ഞാണ്, ഒരു 6-7 ആയിട്ടുണ്ടാവും. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ മരണ വീടുകളിൽ പോകാനായിട്ടൊരു തരത്തിലുള്ള ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ. അവിടെ പോയിട്ട് നമ്മൾ അതേപോലെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ സ്ലീവ്ലെസ് ഇട്ടിട്ട് പോവുക ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ പോകാൻ പാടില്ല. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ ചേച്ചി അതിനിപ്പോൾ എന്താ, അതൊരു വസ്ത്രമല്ലേ? അല്ല. അത് നമ്മൾ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില പ്രോട്ടോകോൾസൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ പറയും അയ്യോ ഇവരിതെന്താണ് അതിലൊക്കെ എന്തിരിക്കുന്നു, അതിലുണ്ട് കാര്യം. പിന്നെ ഒന്നിലും കാര്യമില്ലല്ലോ. അങ്ങനെയാണ്. പിന്നെ ഡ്രസ്സ് ഇൻ്റർവ്യൂവിന് നല്ലതുണ്ടല്ലോ അല്ലേ. ഈ ഇതിന് പോയപ്പോൾ ആളുകൾ ചെന്ന് നിന്ന് ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നതിൽ ഒരു ലേഡി ക്യാമറ വുമണാണോ അതോ റിപ്പോർട്ടറാണോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടേ. അപ്പോൾ ആരും പറയണ്ടായിരുന്നു എന്തിനാലേ അവരങ്ങനെ ഇട്ടത്. ശരിയാണ്, അവിടെ പോകുമ്പോൾ അവരത് ഇടാൻ പാടില്ല. അവർ എത്രയോ സ്ഥലങ്ങളുണ്ട് വേറെ റിപ്പോർട്ടിങ്ങിന്, അവർക്ക് അത് മാത്രമേ കിട്ടുകയുള്ളൂ. ഒരു ബ്ലൗസ് തയ്ച്ച് വെക്കാമല്ലോ തലേ ദിവസം. നമ്മൾ ഈ അമ്പലത്തിൽ പോവാണ് അതിട്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞാനൊരു കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് അത് തലയിലേക്ക് കയറ്റി വെച്ചു എന്നും പറഞ്ഞ് എന്നെ വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആൾ. ഒരു ബഹുമാനമൊക്കെ ആകാം ദേവിയോടെന്ന്. റീഡിങ് ക്ലാസ്, ഇതൊരു കൂളിംഗ് ക്ലാസ് പോലും അല്ലായിരുന്നു. അപ്പോൾ എന്നെ അയാൾ നോട്ട് ചെയ്തു അത്രയും ആളുകളുടെ ഇടയിൽ. ഞാൻ ഇതെടുത്ത് അവിടെ വെച്ചപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ശരി ദേവി എനിക്ക് പറഞ്ഞു തന്നായിരിക്കും. വിഷമം തോന്നിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഭയങ്കര ഭക്തിപ്രാന്തിയാണ്. ദേവി ചോറ്റാനിക്കരമ്മ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മൾ വിളിച്ചിട്ടേ എന്താണ് ഇതൊക്കെ തലയിൽ വെച്ചിട്ട് അതായത് അവർക്കൊരു കണ്ണാടി തലയിൽ വെക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിനിസ്റ്റുകളാണെന്നാണ് പറയുന്നത്. അതെനിക്കറിയില്ല. എനിക്ക് ഫെമിനിസമൊക്കെ ഉണ്ട് ആവശ്യത്തിന് മാത്രം. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ട് ഫെമിനിസം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കയറില്ല, പാത്രം കഴുകില്ല എന്നൊന്നും പറയുന്ന ഫെമിനിസം അല്ല എൻ്റേത്. അത് വ്യത്യാസമാണ്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം കേട്ടോ. എല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ള ഫെമിനിസമാണ് എൻ്റേത്. അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയുന്നത് ഡ്രസ്സിങ് അത്യാവശ്യമാണ്.
വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യണം, നന്നായി ഡ്രസ്സ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു സഭയിൽ നിങ്ങളെ ആൾക്കാർ ബഹുമാനിക്കണമെങ്കിൽ ഷാബിയായിട്ട് പോകാൻ പാടില്ല, എന്നാൽ ഓവർ ഡ്രസ്ഡ് ആയിട്ട് പോകാൻ പാടില്ല. അതിനൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതിയിൽ ഡ്രസ്സ് ചെയ്യുമ്പോഴാണ് അതിനെ എല്ലാവരും ബഹുമാനിക്കുകയും പിന്നെ നിങ്ങൾക്കൊരു ഒരു പ്രത്യേക സ്ഥാനം നൽകുകയും ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മുടിയും പിന്നെ ശരീരവും ഒന്നും നാറാൻ പാടില്ല. എന്ന് പറഞ്ഞാലേ എപ്പോഴും വൃത്തിയായിട്ട് ഉള്ള ഒരു സുഗന്ധമായിരിക്കണം നിങ്ങൾ വരുമ്പോൾ, അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് പൈസയുള്ള സോപ്പ് ഇട്ടില്ലെങ്കിലും കുറച്ച് നല്ല മണമുള്ള സോപ്പൊക്കെ ഇട്ട് ഇച്ചിരി പൗഡറൊക്കെ ഇട്ട്, പൗഡർ എന്തിനാണ് ഇടുന്നത്? ടാൽക്കം പൗഡർ, സോ ദാറ്റ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ അബ്സോർബ് ആയിക്കോളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ആ സമയം മുതൽ ഞാനിങ്ങനെ ചെറിയ രീതിയിൽ പെർഫ്യൂംസും ഡിയോഡ്രൻസും ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ചിരുന്നു. അത് ചെയ്യാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അവർക്കാവുമ്പോൾ ദേ ക്യാൻ യൂസ് ടാൽക്കം പൗഡേഴ്സ്, അല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ നൈറ്റി ആണെങ്കിൽ കുളിച്ചിട്ട് ആ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വേണം കട്ടിലേൽ കയറാൻ. രാത്രി പകൽ മുഴുവനും കൊണ്ട് നടന്ന ഡ്രസ്സ് ഇട്ടിട്ട് കട്ടിൽ കിടന്നുറങ്ങരുത്. എസ്പെഷ്യലി ഈ ഹോസ്പിറ്റൽസിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്ന് ആ വസ്ത്രം ഉരിഞ്ഞവിടെ ഇട്ടേക്കണം, എന്നിട്ട് വേണം കിടക്കാനായിട്ട് കേട്ടോ. കാരണം നാളെ ചിലപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾ അതിൻ്റെ ഷീറ്റ് മാറ്റുന്നുണ്ടാവില്ല. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്ന കാര്യം, യു ഹാവ് ടു ബി വെരി കെയർഫുൾ വാട്ട് യു വെയറിങ് ടു വിച്ച് പ്ലേസ്. വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ എൻ്റെ യൂട്യൂബ് കാണാനായിട്ട് നിങ്ങൾ വന്നിരിക്കുമ്പോഴും അയ്യോ ആ ചേച്ചി എന്തോ ഇട്ടേക്കുന്നത്, ഇടയ്ക്കെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം ഇത്തിരി മേക്കപ്പ് കുറഞ്ഞ് സാധാരണ പോലെ വരുമ്പോഴും എല്ലാവരും പറയും, ഓ ഇന്ന് ചേച്ചിയെ കാണാൻ ഒരു രസമില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ കാണാൻ തോന്നൂല, അത് സ്വാഭാവികം മാത്രം, അല്ലേ? അപ്പോൾ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുക. ആള് പാതി ആട് പാതി എന്ന് തന്നെയാണ് പഴയ ആളുകൾ പറയുന്നത് കൂട്ട് കേട്ടോ. അതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. സോ ചിയേഴ്സ്. പഴയതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയണേ, ഡിസ്കാർഡ് ചെയ്യാൻ നോക്കുക. നല്ല ഡ്രസ്സുകൾ, ഒരുപാട് കീറി പറഞ്ഞതുമായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാതെ ആളുകളുടെ വെട്ടത്ത് വരുമ്പോൾ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ചിയേഴ്സ്.